ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡിറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹംപിയിലാണ്. ഹംപിയിലുള്ള ഈ ഹെറിറ്റേജ് സൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മുമ്പിലാണ്. ഈ കാണുന്നതാണ് വിരൂപാക്ഷ ടെമ്പിൾ. സമയം 7 മണിയായിട്ടുള്ളൂ. നമ്മൾ 7 മണി ആകുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ടൈമാണ് ഞാൻ ഹംപിയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അകത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. ആൻഡ് ഇത് മോൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ചൂട് അധികമില്ല. രാവിലെ നല്ലൊരു ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ചൂടുകാലത്താണെങ്കിൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ടെമ്പിളിലേക്ക് വരുന്ന വഴിയാണിത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം ഇവിടെയൊക്കെ ഫുള്ള് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് കാണുന്ന വളരെ മനോഹരമായൊരു കുളമാണത്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന തുംഗഭദ്ര റിവറാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്കൊന്ന് മോൺസൂൺ ആയതുകൊണ്ടായിരിക്കണം, അതായത് മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ഇത്രത്തോളം വെള്ളം. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇത്രയൊന്നും വെള്ളമില്ലായിരുന്നു, വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെ നമുക്ക് താഴെ ആനേനെ കുളിപ്പിക്കുന്നത് കാണാം. ഈ ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള ആനയാണ്. അവർ ഞങ്ങൾ കയറി ചെല്ലാൻ നേരത്തെ ആന ഉള്ളിലുണ്ടായിരുന്നു. അന്നേരം വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ കുളിപ്പിക്കാൻ തുടങ്ങി. കുത്താൻ വരുവാണോ? ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരുവിധം എല്ലാം ഹോം സ്റ്റേസും അതേപോലെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്സും ആണ്. ഇത് ഈ മേലെ കാണുന്ന റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസ് ബാത്തിൻ്റെ മുമ്പിലാണ്. ക്യൂൻസ് ബാത്തിനകത്തേക്ക് കയറുന്നൊരു വഴിയാണിത്. ആക്ച്വലി 4 ഡോർസ് ഉണ്ട്, പക്ഷേ 3ഉം ക്ലോസ്ഡ് ആണ്. കയറി വന്നു കഴിഞ്ഞാലുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ലോട്ടസ് മഹലിൻ്റെ മുമ്പിലാണത്. ലോട്ടസ് മഹലും ഇവിടെയുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ തന്നെയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അടിപൊളി കാലാവസ്ഥയാണ്. ഇപ്പോൾ ലോട്ടസിൻ്റെ ഒരു ഷേപ്പിലെന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പിന്നിലും ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എലിഫൻറ്റ് സ്റ്റേബിൾ ആണ്. ഇതും ഇവിടുത്തെ വൺ ഓഫ് ദി മേജർ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലം അന്വേഷിച്ച് വരാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം കണ്ടു. ലൈക്ക് നമ്മളിപ്പോൾ എലിഫൻറ്റ് സ്റ്റേബിളും അതേപോലെ തന്നെ ലോട്ടസ് മഹലും ക്യൂൻസ് ബാത്തും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇപ്പം ആനന്ദം ഫിലിമിലെല്ലാം കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു ലൊക്കേഷനാണ് പ്രസന്ന വിരൂപാക്ഷ ടെമ്പിൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഇപ്പം ആ ഒരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് ആക്ച്വലി ഇതാണ് പ്രോപ്പർ പ്ലെയിൻ ലാൻഡ് സർഫസ് വരുന്നത്. ആൻഡ് ഈ ഒരു ടെമ്പിൾ കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ താഴ്ന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഈ സൈഡിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണാം. തൊട്ട് ഫ്രണ്ടിൽ വരെ കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഈ ഒരു ടെമ്പിളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. ടെമ്പിളിനകത്തേക്ക് കയറി ചെല്ലാൻ പോവാണ്. അപ്പം ഇതിനുള്ളിൽ ഇതൊരു ശിവലിംഗമുണ്ട്. അത് ആക്ച്വലി ഒരു വെള്ളത്തിനായിട്ടാണ്, അണ്ടർഗ്രൗണ്ടിൽ വെള്ളത്തിലായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിനി ഈ ടെമ്പിളിനകത്തേക്ക് കയറിയാണ്. കുറച്ച് ഡാർക്ക് ആയിരിക്കും വീഡിയോ, കാരണം ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടാണ്. ഓക്കെ, ഈ ഒരു സൈഡിലിപ്പം പ്രത്യേകിച്ച് മോൺസൂണും കൂടി ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടോ, ഫുള്ള് വെള്ളത്തിൽ സബ്മേഴ്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പില്ലേഴ്സിനും കാര്യങ്ങളെല്ലാം. ഈവൻ ഇതിൻ്റെ ഈ വാട്ടർ ലെവൽ കുറച്ചുകൂടെ റൈസ് ആവുമെന്ന് പറയുന്നത്. ഈ സൈഡിലെല്ലാം കുറച്ച് ഓൾറെഡി പൊന്തി കഴിഞ്ഞു. ഓക്കെ, നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന വെള്ളത്തിലാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ശിവലിംഗം കൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പം ഞാൻ എന്തായാലും ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. അപ്പം ഈ ഒരു സൈഡ് ഫുള്ള് വെള്ളത്തിലാണ്. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. ഇങ്ങനൊരു പ്രത്യേകതയുള്ള ഒരേ ഒരു ടെമ്പിളാണ്
ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസന്ന വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഈ വിരുപക്ഷ ടെമ്പിളിൻ്റെ സൈഡിലോട്ട് തന്നെ വന്നു. അപ്പോൾ വിരുപക്ഷ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് വന്ന സമയത്ത് നമ്മളിത് ഈ 2 ടെമ്പിൾസ് പ്രത്യേകമായിട്ടും കാണിക്കേണ്ട 2 ടെമ്പിൾസാണിത്. ഈ കാണുന്ന ബാധവലിംഗ ടെമ്പിളും അതേപോലെ തന്നെ ലക്ഷ്മീനാരായണ നരസിംഹ ടെമ്പിളുമാണ്. അപ്പം ആദ്യം നമുക്ക് ബാധവലിംഗേൻ്റെ വിശേഷങ്ങൾ കാണാം. ഹംപിയിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഈ ശിവലിംഗം കംപ്ലീറ്റ്ലി കവേർഡാണ്. പക്ഷേ ഇതിൻ്റെ മേലത്തെ റൂഫ് സൈഡ് മാത്രം ഓപ്പണാണ്. അതുമാത്രമല്ല ഈ ശിവലിംഗം കൊല്ലം 365 ദിവസവും, അതായത് ഒരു കൊല്ലം മുഴുവനായിട്ടും വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അടിയിൽ ഒരു ഡാമിൻ്റെ സോഴ്സ് പോകുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ശിവലിംഗം. 12 ഫീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ ശിവലിംഗമാണിത്. എൻ്റെ ഇവിടെ താഴെ കണ്ടില്ലേ, ഫുൾ ടൈം വെള്ളത്തിലാണ് ഈ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ലക്ഷ്മി നരസിംഹ ടെമ്പിളാണ്. അപ്പോൾ ഈ ടെമ്പിളിനകത്തുള്ള വലിയൊരു സ്റ്റാച്ചു ആണ് അടുത്ത ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു സ്റ്റാച്ചു ചിലപ്പം ഇതായിരിക്കാം. ഇതാണ് ഏറ്റവും വലിയ സ്റ്റാച്ചു. ലക്ഷ്മി നരസിംഹ ടെമ്പിളിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ലക്ഷ്മി നരസിംഹ ടെമ്പിളും അതോടൊപ്പം തന്നെ ഈ ബാധവലിംഗ ടെമ്പിളും ഇത് രണ്ടും കൂടെ അടുപ്പിച്ചാണ് ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഒരേ കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് വന്ന് നോക്കാവുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, നല്ല ക്ലൗഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നു. ഈ കാണുന്നതാണ് ശാശുപക്കയിലെ ഗണേശ സ്റ്റാച്ചു. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനകത്താണുള്ളത്. ഇതിന് 2.5 മീറ്റർ, അതായത് 8 ഫീറ്റാണ് ഈ ഒരു ഗണേശ സ്റ്റാച്ചുവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതാ ഈ കാണുന്നത്. അപ്പോൾ ചെറിയ ഡാർക്ക് ആയിരിക്കും, കാരണം ഇത് ഓൾറെഡി ഒരു ഷെയ്ഡിൻ്റെ അടിയിലാണ് ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ എടുത്ത് അറിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് അറ്റ് ദ എൻഡ് ഹംപി ബസാറിലെത്തിയിരിക്കുകയാണ്. അതായത് ഈ കാണുന്നതാണ് ബസാർ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശം. ഹംപി നേരെ കാണുന്നൊരു ഗോപുരം കണ്ടോ, ഈ കറക്റ്റ് സാധനം അതാണ് വിരുപക്ഷ ടെമ്പിൾ. അപ്പോൾ ഈ വിരുപക്ഷ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ബസാർ വരുന്നത്. ഇവിടെ തന്നെ അങ്ങ് ദൂരെയായിട്ടൊരു നന്ദീൻ്റെ വലിയൊരു പ്രതിമ കാണാം. ആൻഡ് ആ മേലെ കാണാം, അതാണ് സൺറൈസ് പോയിൻ്റ് ആയിട്ട് പറയപ്പെടുന്ന മാത്തുങ്ക ഹിൽ. അതിൻ്റെ മേലൊരു ടെമ്പിൾ ഉണ്ട്. അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. നല്ലൊരു 360 ഡിഗ്രി വ്യൂ ഓഫ് ദ എൻറ്റയർ ഹംപി കാണാവുന്നതാണ്. ഒരുപാട് ടെമ്പിൾസും കാര്യങ്ങളെല്ലാം കാണാം. ആൻഡ് ഇവൻ ഹംപി പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പോർഷൻ കണ്ടില്ല, ഈ പില്ലേഴ്സ് വരുന്നത്, ഇതൊരു മേജർ സിറ്റി ആയിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായത് മാർക്കറ്റാണെന്നാണ് പറയപ്പെടുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, അത് കേട്ടറിവ് മാത്രമാണ്. അപ്പോൾ ഇത് മാർക്കറ്റായിട്ട് അവർ കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് മേലെ ടെമ്പിൾസൊക്കെ ഉണ്ട്. സോ ഇതൊരു മോണോലിത്തിക് റോക്കിൽ പണിതൊരു വലിയ നന്ദിയുടെ പ്രതിമയാണ് ഇത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു നന്ദിയുടെ പ്രതിമയാണ്. ഇതും ഒരു 2 മീറ്ററിനടുത്ത് വരുന്നുണ്ടോ ഈ നന്ദിയുടെ പ്രതിമ. ഈ ഒരു സൈഡിൽ നമുക്ക് മാത്തുങ്ക ഹില്ല് കാണാം. മാത്തുങ്ക ഹില്ല് അങ്ങനെ മേലെ വരെ നടന്ന് ചെല്ലാണ്ട്.